നിത്യവഴുതന കൊണ്ടുണ്ടല്ലോ നല്ല സ്വാദുള്ള ഒരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ്. ഒത്തിരി മൂക്കാത്ത നിത്യവഴുതനയാണ് നല്ലത്, കറി വെക്കാൻ നല്ലത്. അത് ബീൻസൊക്കെ അരിയുന്ന പോലെ നല്ല ചെരിച്ച് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒത്തിരി മൂക്കാത്തതാണെങ്കിൽ അതിൻ്റെ കായും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അരിഞ്ഞിടും. ഒത്തിരി മൂത്തതാണെങ്കിൽ ആ കായ ഒഴിവാക്കും. കായ ഒഴിവാക്കുമ്പോഴില്ലെങ്കിൽ അത് വേഗത്തിൽ അത് കടിച്ച് കിടക്കും. അതുകൊണ്ട് ഒരു കളറ് മാറ്റമുണ്ട്, അത് കാണുമ്പോൾ അറിയാം നമുക്ക്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തെ തോലങ്ങ് മാറും. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കായ എടുക്കാം. മെഴുക്ക് വരട്ടിക്കുണ്ടല്ലോ ഒരു 8-10 ചുവന്നുള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 5 വറ്റൽമുളകും കൂടെ നമുക്കൊരു ഇടികല്ലിലിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയുടെ കൂട്ടും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് മുട്ടുന്നവരെ നമുക്ക് അതിന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴുതന ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അത് കുറച്ച് സമയം ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്.